ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഹാത്തിമിനിൽ അസം റളിയല്ലാഹു അൻഹു മഹാൻ പറഞ്ഞു, മൻ ദഖല ഫീ മദ്ഹബിന ഹാദ, നമ്മളെ ഈ മദ്ഹബിൽ വല്ലവനും പ്രവേശിക്കുകയാണെങ്കിൽ, അഥവാ ത്വരീഖത്ത്, ഫൽയജ്അൽ ഫീ നഫ്സിഹി അർബഅ ഖിസാലിൻ മിനൽ മൗത്ത്, 4 വിധ മരണങ്ങൾ അവനുണ്ടാക്കണം. 4 ഐറ്റം മരണം വേണം. അതെങ്ങനെ? 1, മൗത്തുൻ അഹ്മർ. എന്താ? ചുവപ്പ്, കടും ചുവപ്പ് മരണം. വഹുവ മുഖാലഫത്തുൻ നഫ്സ്, നഫ്സിനെതിരെ നിൽക്കുക. അതൊരു മരണം തന്നെയല്ലേ? അപ്പം നഫ്സിൻ്റെ കാമമോഹ ക്രോധാദികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നമ്മളെ ഈ വഴിയിൽ അഥവാ സാലിക്കാവാൻ കഴിയില്ല. നമുക്കും മാണ്ടപ്പി മുഖാലഫത്ത് നഫ്സൊക്കെ നഫ്സിന് വിധേയപ്പെട്ട് അവൻ്റെ അടിമയായി അവസാനം മരിക്കുന്ന സമയത്തും അള്ളാനെ മറന്നല്ലോ. രണ്ടാമത്തതോ മൗത്തുൻ അസ്വദ്, കറുത്ത മരണം. എന്താണ് വായന? വഹുവ ഇഹ്തിമാലു അദന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ടായിത്തീരുന്ന ഇടങ്ങേറുകൾ സഹിക്കുക. മനുഷ്യന്മാർ പലതും പറയല്ലോ, എന്തൊക്കെ പറയും, അതൊക്കെ പൂമാല പോലെ സ്വീകരിക്കുക. അതിന് ടെൻഷനോ ഫീലിങ്ങോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് സഹിക്കുക. അതും നമ്മളെ ഈ സുലൂക്കിൽ ആവശ്യമാണ്. ഇവിടെ ഇപ്പം അങ്ങനെ ആരും സഹിക്കണമല്ലോ. ത്വരീഖത്ത് തന്നെ പറഞ്ഞ് 4 ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് അതിനൊക്കെ ന്യായം ഉണ്ടാവും. മൗത്തുൻ അബിയൽ, വെളുത്ത മരണം. അതെന്താ? വഹുവൽ ജൂ, വിശപ്പ്. ഇതിങ്ങനെ വലിയ പള്ളയ്ക്ക് കൊണ്ടെടുക്കല്ല. അള്ളാഹുവിന് വേണ്ടി വിശപ്പ് സഹിക്കണം. വിശപ്പ് സഹിക്കുമ്പോഴാണ് നമ്മുടെ കാമമോഹ ക്രോധാദികളൊക്കെ സന്തുലിതാവസ്ഥയിലാവുക. മൗത്തുൻ അഹ്ലർ, പച്ച മരണം. അതെന്താ? വഹുവ തർഹുർ റിഖാഇ ബഅലുഹാ അലാ ബഅലിൻ, അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കഷ്ണം വെച്ച ജുബ്ബയും തുണിയും ഖമീസും ബയലിൻ്റെ മേൽ ഈ റുഖഅത്ത് കളങ്ങ് തുറഹി ചെയ്യുക. മുന്തിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കി. ഒന്ന് പഴകുമ്പോഴത്തിന് നമ്മൾ മാറ്റും. അല്ല, അവിടെ കോട്ടലൊന്ന് കഷ്ണം വെച്ച് അങ്ങനത്തെ വസ്ത്രം ധരിക്കും. ഈ 4 മരണങ്ങളും അനിവാര്യമാണ്. എന്തിന്? ശരീഅത്താകുന്ന, ശരീഅത്തിൽ നിന്ന് ഹഖീഖത്തിലേക്ക് ചലിക്കണമെങ്കിൽ ഈ 4 മരണങ്ങളും വേണം. ശരീഅത്തിൽ നിന്ന് ഹഖീഖത്തിലേക്ക് ഉള്ള ചലനം, ആ വഴി, ആ ഇടത്താവളം, അതാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്തിലേക്ക്, ആ ഹഖീഖത്തിലേക്കുള്ള വഴി, ആ വഴിയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ 4 മരണങ്ങൾ വേണം. പറ്റുമോ? പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ സുഖ, ഇതാണ് കൊണ്ട് നടക്കാനാ ഗതികേട്. ഒരു സാലിക്കിന് എന്തു വേണം? ഒരു ഷെയ്ഖ് വേണം. ഇല്ലെങ്കിൽ ശൈത്താൻ വരും. ശരീഅത്തിൽ നിന്ന് ഹഖീഖത്തിലേക്ക് ഉള്ള ചലന ഒരു കദം എടുത്തു വെച്ചാൽ മതി.
അപ്പോഴേക്ക് നല്ല നല്ല അനുഭവങ്ങളും അത്ഭുതങ്ങൾ വരും. അപ്പോൾ അവനെ നിയന്ത്രിക്കാൻ ഒരു ഷെയ്ഖില്ലെങ്കിൽ ഓൻ പെട്ടെന്ന് വഴിതെറ്റും. ഞാൻ വലിയ കാര്യപ്പെട്ട ആളായുള്ള തോന്നിപ്പോവും. ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കറാമത്തുകൾ. അപ്പം മുറബിയായ ഷെയ്ഖ് ഉണ്ടെങ്കിൽ ഓനെ പിടിച്ച് കൊട്ടും. അതാ പറഞ്ഞത് മല്ലം യകുല്ലഹു ഷൈഖുൻ ഫശൈത്വാനു ഷൈഖുഹു. ഷെയ്ഖില്ലാത്തവൻ്റെ ഷെയ്ഖ് ഷെയ്ത്വാനാണ് പറഞ്ഞത്. എല്ലാവർക്കും ഷെയ്ഖില്ലാത്തവർക്ക് എല്ലാവർക്കും കൂടി ചെയ്ത ഷെയ്ഖ് എന്നല്ല. പിന്നെ ഷെയ്ഖില്ലാതെ ഹഖീഖത്തിലേക്ക് ഒരാൾ ചലിക്കാൻ ഉദ്ദേശിച്ചാൽ സാലിക്കായി കഴിഞ്ഞാൽ അപ്പം ആൾ വേണം. ആളില്ലെങ്കിൽ പെട്ടെന്ന് പിഴക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല ശരീഅത്തും ഹഖീഖത്തും എല്ലാം അനുഭവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.